ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. നിഫ്റ്റി ഇന്ന് നല്ല രീതിയിൽ പോസിറ്റീവ് ആയിരുന്നു. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ചെറിയൊരു റിട്രേസ്മെന്റ് തന്നു. അതിനുശേഷം 119 പോയിന്റ് ഉയർന്ന് 15,812 ക്ലോസ് ചെയ്തത്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 474 പോയിന്റ് ഉയർന്നു. അതായത് ഏകദേശം 1.35% ഉയർന്നു 35,673 ക്ലോസ് ചെയ്തത്. ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കിയാൽ അഡ്വാൻസസ് 34, ഡിക്ലൈൻസ് 16. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കിയാൽ ICICI ബാങ്ക് 2.75%, ഗ്രാസിം 2.66%, HDFC 2.63%, ആക്സിസ് ബാങ്ക് 2.31%. അതേപോലെ ടോപ്പ് ലോസേഴ്സ് നോക്കിയാൽ അദാനി പോർട്സ് 1.91%, ഡോക്ടർ റെഡ്ഡീസ് 0.99%, HCL ടെക് 0.96% ഡൗൺ ആയിരുന്നു. ഇന്നത്തെ നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ചെറിയൊരു റിട്രേസ്മെന്റ് തന്നു. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് തന്നെ മൂവായി ഡേ ഹൈൻ്റെ അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തത്. നിങ്ങൾക്ക് ഇൻട്രാഡേ ചാർട്ട് നമ്മൾ ഇന്നലെ വരച്ച ചാർട്ട് ഒന്ന് ആ ലെവൽസ് എക്സ്റ്റെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രീവിയസ് ലെവലിന് തൊട്ട് മുകളിലായിട്ടാണ് ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം താഴോട്ട് വന്ന് ഒരു റിട്രേസ്മെന്റ് തന്നു. പിന്നീട് ആ ഒരു സപ്പോർട്ട് ലെവലിൽ ഒരു സപ്പോർട്ട് എടുത്ത ശേഷം വീണ്ടും മുകളിലോട്ട് പോകുന്നതാണ് കണ്ടത്. മുമ്പ് വരച്ച സോണിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും സിമിലർ മൂവ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ചെറിയ റിട്രേസ്മെന്റ്, അതിനുശേഷം ഡേ ഹൈൻ്റെ അടുത്ത് തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുമ്പ് വരച്ച പ്രീവിയസ് സോണിന്റെ തൊട്ട് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് നോക്കിയാൽ ആദ്യത്തെ ന്യൂസ് പേടിഎമ്മായി ബന്ധപ്പെട്ടാണ്. പേടിഎമ്മിന്റെ IPO വരുന്നുള്ള കാര്യം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നീരജ് അരോറ പേടിഎമ്മിന്റെ ബോർഡിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ്. അദ്ദേഹം മുമ്പ് പേടിഎമ്മിൽ ഉണ്ടായ ഒരു വ്യക്തി തന്നെയാണ്. 2018 അദ്ദേഹം റിസൈൻ ചെയ്തതാണ്. 2011 മുതൽ 18 വരെ വാട്സപ്പിന്റെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാതെ 2015 മുതൽ 18 വരെ പേടിഎമ്മിലും ബോർഡ് മെമ്പർ ആയിരുന്നു. പക്ഷേ 2018 പേടിഎമ്മിന്റെ ഫൗണ്ടറായ വിജയ് ശേഖർ ശർമ്മ വാട്സപ്പിന്റെ UPI പേയ്മെന്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം 2018 പേടിഎമ്മിന് രാജിവെച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അദ്ദേഹം പേടിഎമ്മിന്റെ ബോർഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേടിഎമ്മുമായി ബന്ധപ്പെട്ട വാർത്ത. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റഷ്യയുടെ സോവറിൻ വെൽത്ത് ഫണ്ടായ റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായിട്ട് സ്പുട്നിക് കോവിഡ് വാക്സിൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ്. ഫസ്റ്റ് ബാച്ച് അവരെ പ്രൊഡക്ഷൻ സെപ്റ്റംബറിൽ തന്നെ തുടങ്ങാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഏകദേശം 300 മില്യൺ ഡോസ് സ്പുട്നിക് വാക്സിൻ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അടുത്ത പ്രധാനപ്പെട്ട ന്യൂസ് സൊമാറ്റോ IPOയുമായി ബന്ധപ്പെട്ടാണ്. സൊമാറ്റോന്റെ IPO 14-ാം തീയതി വരികയാണല്ലോ. അതിനെപ്പറ്റി ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ്. നമ്മളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അതിനെപ്പറ്റി ചെയ്യുന്നതാണ്. ഏറ്റവും പുതിയ വാർത്ത, ആങ്കർ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഇവരുടെ IPOക്ക് ലഭിക്കുന്നതെന്നാണ്. പ്രധാനപ്പെട്ട ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൽ ബെയ്ലി ഗിഫോർഡ്, ബ്ലാക്ക് റോക്ക്, ക്യാപിറ്റൽ റിസർച്ച് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആക്സിസ് മ്യൂച്വൽ ഫണ്ട്, HDFC മ്യൂച്വൽ ഫണ്ട്, ബിർള മ്യൂച്വൽ ഫണ്ട്, നിപ്പോൺ, HDFC ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് തുടങ്ങിയവരുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ടാണ്. പണപ്പെരുപ്പം 6% തുടർച്ചയായ രണ്ടാമത്തെ മാസം തുടരുന്നതെന്നാണ്. മെയിലാണ് കഴിഞ്ഞ 6 മാസത്തെ ഏറ്റവും ഹൈ ടച്ച് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഈ ജൂൺ മാസത്തിലും 6.3 തുടരുന്നതാണ് കാണുന്നത്. അപ്പോൾ RBI സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സിലേക്ക് പോകുമോ എന്നുള്ളത് കണ്ടറിയണം. അടുത്ത വാർത്ത LICയുടെ IPOയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും വലിയ ഇൻഷുററായ LICയുടെ ഓഹരികൾ വിറ്റഴിക്കാൻ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട സ്റ്റെപ്പ് ക്വാണ്ടം ഓഫ് സ്റ്റേക്ക് ഡൈലൂഷൻ എത്രത്തോളം വരണമെന്നുള്ളത് തീരുമാനിക്കുന്നതാണ്. അത് ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു പാനലായിരിക്കും തീരുമാനം എടുക്കുന്നത്.